ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസവും പുതുവത്സരാശംസകളും ഒക്കെ നേർന്നുകൊണ്ട് നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ഇത് ഇന്നോ നാളെയോ വരാൻ പോകുന്ന വിശേഷമല്ല കേട്ടോ. നമ്മൾ ഈ പറയുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇന്ന് കാണിച്ച വിശേഷമോ നാളെ കാണിക്കാൻ പോകുന്ന പ്രമോ അല്ല പറയുന്നത്. കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, കമന്റ്സിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അതാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ, കൂടെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ അനാമികയുടെ ഓരോ ദിവസവും ഇങ്ങനെ കള്ളത്തരം കൂടി വരികയാണ്. അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും നിലനിൽപ്പിന് വേണ്ടി അനാമികയ്ക്ക് കട്ടും മോഷ്ടിച്ചും ഒക്കെ നിൽക്കാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്നും ഓരോ സാധനങ്ങളായി കക്കുകയാണ്. ആഭരണങ്ങളായിട്ടും പൈസയായിട്ടും ഒക്കെ ഇങ്ങനെ കട്ടു മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ അനാമികയുടെ പഴയ ഭർത്താവ്, അതായത് മുൻ ഭർത്താവ്, നമ്മുടെ അനാമികയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണ്. മുൻ ഭർത്താവ് അനാമികയെ തേടി വരികയും അനാമികയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ വേണമെന്നും, ഇല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഭർത്താവായ അനിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയുമെന്നും, നിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുമെന്നും പറഞ്ഞ് അവതാരമെടുക്കുന്നത്. അങ്ങനെ അവതാരമെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക കിടുകിടാ വിറയ്ക്കുകയാണ്. കാരണം ഏറെക്കുറെയൊക്കെ നമ്മുടെ അനാമികയുടെ ജീവിതം അവിടെ തീർന്നതായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ അനാമിക എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നതാണ്. വേണമെങ്കിൽ അനാമികയ്ക്ക് ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അനാമികയ്ക്ക് വലിയ പുളിങ്കൊമ്പേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അനാമിക അവിടെ നിന്ന് അയാളെ ഒരു കള്ളക്കേസ് കുടുക്കിയിട്ട് പോകുന്നതാണ്. അങ്ങനെ 50 ലക്ഷം രൂപ ഇനിയിപ്പോൾ അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ അയാൾ ഫോട്ടോസും വീഡിയോസും എല്ലാം അനന്തപുരിയിൽ കൊണ്ട് കാണിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛനും അമ്മയും മോളും കൂടെ കെട്ടി നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കക്കുകയും മോഷ്ടിക്കുകയും ഒക്കെ വേണം. അപ്പം ഇതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നമ്മുടെ അനിയുടെ ഭാര്യ ഇതുവരെ ആയിട്ടില്ല. അനിയുമായി ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് ഒരു കുഞ്ഞൊക്കെ ജനിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പോകുമെന്നും, പിന്നെ പുറത്തു നിന്ന് ആര് കൊണ്ടുവന്നാലും ആരെന്ത് തെളിവുമായിട്ട് വന്നാലും അനിയുടെ ഒരു കുഞ്ഞ് തന്റെ വയറ്റിലുണ്ടെങ്കിൽ പിന്നെ ഇവരാരും ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ രക്ഷപ്പെടാം. അപ്പൊ അതിനു വേണ്ടി ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഇനിയിപ്പോ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. അപ്പൊ രേവതി മകളെ കുറെ ഉപദേശങ്ങൾ ഉപദേശിക്കുകയാണ്. നീ ആദ്യം അനിയെ സോപ്പിട്ട് മയക്കി ചാക്കിലാക്കുക. അത് കഴിയുമ്പോൾ ഞാൻ നിനക്കൊരു പൊടി കൊണ്ടുതരാം. ആ പൊടി നീ പതുക്കെ അവന് കൊടുക്കണം. അവന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ബോധം അങ്ങോട്ട് പോകും. അവന്റെ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊന്നും അവന് മനസ്സിലാവില്ല. നീ ഒരു മിടുക്കി പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിനക്ക് സീറ്റ് ഉറപ്പിക്കാം. അവിടെ നിനക്ക് അനിയുടെ സ്ഥാനം ഉറപ്പിക്കാം. നിനക്ക് വേറൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇനിയിപ്പോ നിനക്ക് ഒന്നും സാധിച്ചില്ലെങ്കിൽ തന്നെ നീ അവന്റെ കൂടെ കിടക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അനിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി. നീ അനിയുമായിട്ട് ഒന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു, എല്ലാ തരത്തിലും നിങ്ങൾ ഒന്നായി, അത് മാനസികമായും ശാരീരികമായും നിങ്ങൾ ഒന്നായി കഴിഞ്ഞിരിക്കുന്ന അനിയെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യം ഓക്കെ ആയല്ലോ. നമ്മുടെ അനിയുടെ സ്വഭാവം അനുസരിച്ച് അനി കുറച്ച് സിമ്പതിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ അനാമികയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. അനാമികയെ ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു കഴിഞ്ഞു, എല്ലാവരും ഒന്നായി കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായാലും അനാമികയെ ഉപേക്ഷിച്ചു പോകാനുള്ളൊരു മനസ്സ് നമ്മുടെ അനിക്കുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വെച്ച് മുതലെടുക്കാൻ പറ്റുമല്ലോ ആരെ? നമ്മുടെ അനിയെ. അപ്പൊ അതുകൊണ്ട് രേവതി പുതിയ പ്ലാൻ കണ്ടുപിടിച്ച് നമ്മുടെ മകളോട് അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. മകള് പറഞ്ഞു, നോക്കാമേ, ഏതായാലും എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണിത്, ഇതിൽ പിടിച്ച് കയറാൻ പറ്റുമോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അനി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ അനാമികയ്ക്ക് ഭയങ്കര സ്നേഹം. അനാമിക അനിക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നു, ഷർട്ട് എടുത്തോണ്ട് കൊടുക്കുന്നു, ടവൽ എടുത്തോണ്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ അനിയുടെ സർവത്ര കാര്യവും ചെയ്യുന്നു. അനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അനാമിക നിനക്ക് എന്താ പറ്റിയത്? അല്ല നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ വരുമ്പോഴും നീ ഈ കട്ടിലേ കിടന്ന് ഫോണിൽ ഇങ്ങനെ കൈ ഇട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നീ ഏതെങ്കിലും മുക്കിലും മൂലയ്ക്ക് പോയി ഇരുന്ന് തലമുടി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതും മേക്കപ്പ് ഇടുകയും ക്യൂടെക്സ് ഇടുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നിനക്ക് എന്താ അനാമികയെ പറ്റിയത്? പെട്ടെന്ന് എന്നോടൊരു സ്നേഹം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചപ്പോ എത്ര നാളാ എന്റെ പൊന്നനി നമ്മളിങ്ങനെ രണ്ടായിട്ട് ജീവിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്കും മടുത്തു. നമ്മള് വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ഇനി എന്തിനാ നമ്മൾ ഈ രണ്ടായിട്ട് ജീവിക്കുന്നത്? ഏതായാലും ഇനി ഒരു ജീവിതം എനിക്കില്ല, ഇനി ഒരു ജീവിതം അനിക്കില്ല. പിന്നെ നമുക്ക് ഒന്നിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ഇപ്പോഴാ ഓർക്കണത്, നമ്മൾ ഈ അടിയും പിടിയും ഒക്കെ വെച്ച് കുറേ സമയം നമ്മൾ കളഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിലെ
കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-30 വയസ്സാകാറായില്ലേ. ഇനി 3-4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-30 വയസ്സാകും. പിന്നെ 40-ആയി 50-ആയി. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഓർക്കാനും അതുപോലെ തന്നെ നമുക്ക് മക്കളും ഒക്കെ വേണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ മനസ്സിലായി. അടുത്ത നീ അടവുമായിട്ട് എത്തിയിരിക്കുകയാണല്ലേ. എൻ്റെ അനാമികെ, നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനോ ആ കുഞ്ഞിനെ നോക്കുവാനോ അതുപോലെ ഒരു ഭാര്യയാകുവാനോ ഒന്നും കഴിയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അനാമികെ. അതുമല്ല, നീ ഈ അനന്തപുരി തറവാട്ടിൽ വന്നത് എൻ്റെ കവിത ഇഷ്ടപ്പെട്ടിട്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് താമസിക്കാനോ ഒന്നുമല്ല. നിനക്ക് പേരും പെരുമയും പ്രശസ്തിയൊക്കെ വേണം. അതിനു വേണ്ടിയേ നീ ഇങ്ങോട്ടേക്ക് വന്നത്. അതെനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അനാമിക പറഞ്ഞു, എന്താ അനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ എന്തു ആട്ടെ പോട്ടെ, ഞാൻ അനിയോട് തർക്കിക്കാൻ നിൽക്കുന്നില്ല. ഞാനേ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറിയോ? ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ നീ അടുക്കളയിൽ കയറണ്ടേ? അടുക്കളയിൽ കയറണം. അതിന് നിനക്ക് വല്ലതും അറിയാമോ? ഞാനും ഒന്ന് നോക്കട്ടെ, എനിക്കും എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന്. ഈ യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ എന്തിനാ ഞാൻ ബുദ്ധിമുട്ടുന്നത്? ചിക്കൻ കറി ഉണ്ടാക്കാൻ യൂട്യൂബിൽ പോയി നോക്കിയാൽ പോരെ? ആയിക്കോട്ടെ. നീ ചിക്കൻ കറി വെക്കുന്നതൊക്കെ കൊള്ളാം. ഏതായാലും നീ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം അപകടത്തിലാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മുടെ ജാനകി ഇവരെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ അനാമികയുടെ മാറ്റം ജാനകിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ജാനകി ഓർക്കുകയാണ്, അനാമികയ്ക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. മിക്കവാറും അവൾക്ക് മാറ്റം വന്നതായിരിക്കും. ഏതായാലും ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എൻ്റെ ഈശ്വര, എൻ്റെ മോൻ്റെ ജീവിതമാണ്. ആ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പറ്റില്ല. ഇപ്പം നയനയും ആദർശം നല്ലതുപോലെ ജീവിക്കുന്നു. അതുപോലെ തന്നെ അഭിയും നവ്യയും അവർ നന്നായിട്ട് ജീവിക്കുന്നില്ലെങ്കിലും അവർക്കൊരു കുഞ്ഞുണ്ടാകാനും പോകുന്നു. പക്ഷെ ഇത്ര നാളായിട്ടും എൻ്റെ മകനൊരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഈശ്വരന്മാരെ, അനാമികയ്ക്ക് നല്ല ബുദ്ധി തോന്നിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാമിക അടുക്കളയിൽ കയറി ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സാധാരണ നമ്മുടെ അനാമിക ഒറ്റയ്ക്കിരുന്നാണ്. അപ്പം ഇനി മുതലോ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അനാമികയുടെ സ്വഭാവം മാറിയെന്ന് അനി അറിയണമല്ലോ. എന്നാൽ പിന്നെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഇരുന്നപ്പോഴത്തേക്കും അനാമികയും ചെന്നിരുന്ന് അനിയും അവിടെ വന്നിരുന്നു. അങ്ങനെ അനാമിക പറഞ്ഞു, അതെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പേ ദേ ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അടിപൊളി ചിക്കൻ കറിയാ, നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനിക്കും എല്ലാവർക്കും ചിക്കൻ കറി കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് കൊള്ളത്തില്ല എങ്കിലും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തരക്കേടില്ല എന്ന്. കാരണം ആദ്യമായിട്ടൊരു കുക്ക് ചെയ്താണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ നമ്മൾ മനസ്സ് മടുപ്പിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ പറഞ്ഞു ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നല്ലത് അനാമിക മോളേന്ന് പറഞ്ഞു. ഏതായാലും അനിയും ഇത് കഴിച്ചു. ഒത്തിരി ഒന്നും കഴിച്ചില്ല. പക്ഷെ അനി പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഏതായാലും നയനേച്ചിയുടെ അയലത്ത് പോലും എത്തില്ല, നയനേച്ചി വയ്ക്കുന്ന കറിയുടെ അയലത്ത് പോലും എത്തൂല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്ക് തരിച്ചു കയറിയിട്ടോ. ഇതേ സമയം രാത്രി ആവുകയാണ്. രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് പാലിൽ ആ പൊടി കലർത്തി കൊടുക്കണം. അനാമികയ്ക്കല്ല, അനിക്ക് പാലിൽ പൊടി കലർത്തി കൊടുക്കണം. അതിന് പാലൊക്കെ എടുത്ത് പൊടിയൊക്കെ വെച്ച് സെറ്റായി ഇരിക്കുകയാണ് അനാമിക. അങ്ങനെ നമ്മുടെ അനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക എന്ത് ചെയ്തു, ഇന്നാ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്ക്, നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇച്ചിരി നല്ല ടയേർഡാണ് നമ്മുടെ അനിയും പറഞ്ഞു, ഏതായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി പാല് കുടിക്കുന്ന സ്വഭാവം പണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ വന്നതിൽ പിന്നെ അതൊക്കെ പോയായിരുന്നു. ഏതായാലും പാല് നീ കൊണ്ടുവന്നതല്ലേ, ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പാല് കുടിച്ചതും പെട്ടെന്ന് തന്നെ ഒരു ക്ഷീണം നമ്മുടെ അനിക്കുണ്ടായി. അനി നേരെ കട്ടിലേക്ക് വീഴാണ്. ഈ സമയമായിക്കോട്ടെ നമ്മുടെ അനാമിക ഏതായാലും പണി ശരിയായിട്ടുണ്ട്. അനാമികയ്ക്ക് മനസ്സിലായി. അനാമിക എന്ത് ചെയ്തു, അനാമിക പതിയെ നമ്മുടെ അനാമികയുടെ ആ ഒരു സാരിയുടെ ഈ പീസൊക്കെ സാരിയുടെ ആ ഒരു തുമ്പങ്ങ് മാറ്റിയിട്ട് നമ്മുടെ അനിയുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് അനിയെ കെട്ടിപ്പിടിച്ചിട്ട് 2-3 ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പം 2-3 ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതായത് അനിയുടെ ഇവിടെയൊക്കെ കുറച്ച് കുങ്കുമമൊക്കെ തേച്ച് വെക്കുന്നു. നമ്മുടെ അനാമികയുടെ സിന്ദൂരം എടുത്തിട്ട് കുങ്കുമം അവിടെ ഇവിടെയൊക്കെ തേച്ചൊക്കെ വെക്കുന്നു. എന്നിട്ട് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. കൈയെടുത്ത് അനാമികയുടെ പുറത്തേക്കൊക്കെ ഇട്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നു. അപ്പം ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അനാമിക ഇനി ഏതായാലും അനി നാളെ നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് മാറ്റിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അനി രാവിലെ ആകുമ്പോൾ എണീറ്റു.
നല്ല ക്ഷീണമുണ്ട് എനിക്ക്. നല്ല ക്ഷീണത്തിൽ തന്നെയാണ് രാവിലെ എണീറ്റപ്പോഴത്തേക്കും പുറത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചേക്കാണ്. അനാമികയുടെ കൈ ഇങ്ങനെ പുറത്ത്, അനാമികയുടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെയാണ് അനി കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അനി കൈ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട്, ഇതെന്താ പറ്റിയത്, ഇതെന്താ നീ ഇവിടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത്, നിനക്കൊക്കെ നീങ്ങി കിടക്കത്തില്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്താ അനി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെയൊക്കെ പറയുന്നത്, അപ്പൊ ഇന്നലെ രാത്രി നടന്നതൊക്കെ അനി മറന്നുപോയെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി എന്ത് നടന്നെന്നാ ഈ പറയുന്നത്? അത് പിന്നെ ഇന്നലെ രാത്രി നടന്നതൊന്നും അനിയോട് ഞാനിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ, എനിക്ക് നാണാവുക. എന്താ അനാമിക നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നീ ഇന്നലെ രാത്രി ഒന്നും അറിഞ്ഞില്ല? അത് പിന്നെ നീ ഒരു പാല് തന്നില്ലേ, ആ പാല് കുടിച്ചത് ഞാനൊന്നും ഓർക്കുന്നില്ല. ഞാൻ കിടന്നുറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നതല്ലേ? എന്നാ പിന്നെ അനി കിടന്നുറങ്ങിയിട്ടില്ല. സത്യത്തില് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. സത്യമായിട്ട് ഇത്രയും മാസങ്ങൾക്കിടയിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെയാ കഴിഞ്ഞത്. പെട്ടെന്ന് അനി എന്താ അനാമിക നീ പറയുന്നത്? ഏതായാലും എനിക്കറിയാം അനി തർക്കിക്കൂന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ അങ്ങ് കാണിക്കുകയാണ്. ഇത് കണ്ടത് ഞെട്ടി വിറച്ചു പോയിട്ടോ നമ്മുടെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനി പറഞ്ഞു, ദേ അനാമിക നീ വെറുതെ കളിക്കരുത് കേട്ടോ. എന്താ അനി പറയുന്നത്? ഇതൊക്കെ കളിക്കുന്ന കാര്യങ്ങളാണോ? ഇതൊക്കെ അങ്ങനെ ചുമ്മാ തമാശക്ക് പറയേണ്ട കാര്യങ്ങളാണോ? ഏതായാലും ഇനി 1 മാസം 2 മാസം വെയിറ്റ് ചെയ്തിരുന്നാല് ചിലപ്പം അനി ഒരു അച്ഛനായേക്കും എന്നിങ്ങനെ പറഞ്ഞു. ഇതൂടെ കേട്ടപ്പോൾ അനിയുടെ പാതി ഉയിര് പോയി. ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞ പണി പറ്റിയെന്ന് പറഞ്ഞാല് നമ്മുടെ അനിയെ വിശ്വസിപ്പിക്കാൻ അനാമികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ എത്രത്തോളം വിശ്വസിക്കുന്നൊന്നും അറിയില്ല. ഏതായാലും രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്ന നമ്മുടെ അനാമികയെ കണ്ടിട്ട് ജാനകിക്ക് ഭയങ്കര സന്തോഷമാകാണ്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, ഇന്നെന്ത് പറ്റി മോള് പതിവില്ലാതെ കുളിച്ചത്? രാവിലെ മോള് കുളിക്കില്ലല്ലോ. അത് പിന്നെ അമ്മ ഇന്ന് കുളിച്ചത്, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നാളത്തോടു കൂടി അങ്ങ് പോവുക. അപ്പോഴത്തേക്കും ജാനകിക്കും എന്തോ ചെറിയ സംശയമൊക്കെ തോന്നുക. ഈശ്വര, എൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടോ, ഞാൻ നേർച്ചയൊക്കെ നേർന്നായിരുന്നു, അതൊക്കെ ഇനിയിപ്പോൾ ചെയ്തേക്കാം. എൻ്റെ ഈശ്വര ദൈവമേ, ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞിക്കാൽ എൻ്റെ മോന് കണ്ടാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ജാനകി ഭയങ്കര സന്തോഷത്തില്. ജാനകി ആണെങ്കിൽ ഇത് ചെന്ന് ജലജയോട് പറയുന്നു, അതുപോലെ ദേവയാനിയോട് പറയുന്നു, നയനയോട് പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഒരു സംശയം, ഇനിയിപ്പം ഇങ്ങനെയൊക്കെ വല്ലതും നടന്നു കാണുമല്ലോ. അപ്പൊ ഏതായാലും പോട്ടെ, ഇനിയിപ്പോൾ സാരമില്ല. അതുകൊണ്ട് തന്നെ ഈ ദേവയാനിയും ആദർശും നയനയൊന്നും നമ്മുടെ അനാമികയുടെ കള്ളത്തരം കൂടുതൽ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവരെ ജീവിതം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ പിന്നെ അതിനിടയിൽ ഒരു പ്രശ്നം ആവണ്ടല്ലോ എന്നോർത്ത് അതും ഒരു രക്ഷയായി തീരുകയാണ് നമ്മുടെ അനാമികയ്ക്ക്. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസവും ഇനിയിപ്പം വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം, ഈ വർഷത്തിലെ ദിവസങ്ങളെല്ലാം നല്ലൊരു തുടക്കത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഒരു 2 മണി 2:30 ആകുമ്പം നമ്മൾ ഗൗതമിന്റെ അല്ലാട്ടോ സോറി വേദയുടെയും വിക്രമിന്റെയും കഥ ഇടുന്നതായിരിക്കും. നാളത്തെ കഥയായിരിക്കും നമ്മൾ ഇടുന്നത്. ഇന്നത്തെ കഥ ഒരു ലേശം ഞാൻ പറയും, ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് നാളത്തെ കഥയായിരിക്കും പറയുന്നത്. അപ്പൊ അതും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണാൻ വരണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.